ഹായ് ഗൈസ്, നമ്മൾ ബാറ്റിംഗ് സ്റ്റാൻസിന്റെ വീഡിയോ കണ്ടു. ആ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ബാറ്റ് എങ്ങനെ ഗ്രിപ്പ് ചെയ്യാം, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്റിംഗ് സ്റ്റാൻസ് നമ്മുടെ ഷോൾഡർ അലൈൻമെന്റും ലെഗ് പൊസിഷനും നമ്മുടെ ബാറ്റ് ഹോൾഡ് ചെയ്യുന്ന രീതി എല്ലാം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബാറ്റ് നമ്മൾ ഗ്രിപ്പ് ചെയ്യുമ്പോൾ ഏത് കറക്റ്റ് പൊസിഷൻ നമ്മൾ എങ്ങനെ ഗ്രിപ്പ് ചെയ്യാം, ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും എന്താ പറയാ നമുക്ക് ഈസി ആയിട്ടുള്ള ഹാൻഡിങ് അല്ലെങ്കിൽ ഗ്രിപ്പിംഗ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. നമുക്കപ്പോ ബാറ്റ് ചെയ്യുമ്പോൾ 3 രീതിയിൽ ബാറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീഡിയോസിൽ താഴെ നമ്മുടെ ഹാൻഡിൽ ഏറ്റവും താഴെ ഏറ്റവും ബോട്ടത്തിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇറക്കി പിടിക്കുന്ന കുറെ ബാറ്റ്സ്മാൻമാരുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുകൾ ഭാഗത്ത് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ട് കുറച്ച് മുകൾ ഭാഗത്ത് ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ബാറ്റ്സ്മാൻമാരുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് സെന്ററിൽ ഹോൾഡ് ചെയ്യുന്ന കുറച്ച് ബാറ്റ്സ്മാൻമാരുണ്ട്. ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ഏതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഓൾറെഡി ക്രിക്കറ്റിൽ ഇത്രയും മഹാന്മാരായിട്ടുള്ള പ്ലേയേഴ്സ് ഗ്രിപ്പിംഗ് എന്താണെന്ന് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ലോവർ ഹാൻഡ്, അതായത് ഈ ബോട്ടത്തിൽ വരുന്ന ഹാൻഡ് കുറച്ചൊരു വി ആ ഒരു ആർക്കിൽ വന്നിട്ട് ഇവിടെ ജോയിൻ ആവുന്നതും, അതുപോലെ തന്നെ മുകളിലത്തെ ഹാൻഡ് ഒരു വി ആർക്കിൽ വന്നിട്ട് ഇവിടെ ജോയിൻ ആവുന്നതും, ഈ ഒരു കംഫർട്ട് ആയിട്ടുള്ള രീതി. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ നോർമലി ഒരുപാട് താഴെ ഹോൾഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരുപാട് മുകളിൽ ഹോൾഡ് ചെയ്യാതെ ഒരു സെന്റർ, ഒരു ബാറ്റിന്റെ ഒരു സെന്റർ കണക്കാക്കി ഹോൾഡ് ചെയ്യുക. അതായത് ഒരുപാട് ഗ്യാപ്പ് വരരുത്. ഈ വലത്തെ കൈന്റെയും അല്ലെങ്കിൽ ഇടത്തെ ലെഫ്റ്റ് ഹാൻഡേഴ്സും റൈറ്റ് ഹാൻഡേഴ്സും ആയിക്കോട്ടെ, ഈ രണ്ട് കൈയിലും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഫീൽ ചെയ്യരുത്. അപ്പോ ഈ രണ്ട് കൈകൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ്, ഒരുപാട് ഗ്യാപ്പ് കൊടുക്കുക. അത് കുറച്ച് ക്ലോസ് ആയിട്ട് പിടിക്കാം. അത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ അതിൽ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പിടിക്കാം. അത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക, ഈ ഒരു പൊസിഷനിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ ലോവർ ആയിട്ടുള്ള പൊസിഷൻ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. ഒരു സെന്ററിൽ നമുക്ക് മിഡിൽ ആയിട്ട് ഒരു ഏറ്റവും ബാലൻസിങ് ആയിട്ടുള്ള പൊസിഷൻ നിങ്ങൾക്ക് ഏതാണോ അവിടെ ഹോൾഡ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ പറയാ, ആ സിമ്പിൾ ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഹോൾഡ് ചെയ്തതിനു ശേഷം നമ്മളിപ്പോ നോർമലി എല്ലാത്തിനും ബോൾ ബാറ്റ് ചെയ്യുന്ന പോലെ അതൊരു ബാറ്റ്സ്മാന്റെ ഇഷ്ടമാണ്, എവിടെ ബാറ്റ് ഹോൾഡ് ചെയ്യണം, കുറച്ച് ഓപ്പൺ അപ്പ് ആയിട്ട് ഹോൾഡ് ചെയ്യണോ. എന്റെ ഒരു രീതി പറയാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കുറച്ച് ഓപ്പൺ അപ്പ് ആയിട്ട് ബാറ്റ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഒരു ഭയങ്കര വ്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് ബോൾ കാണാനുള്ളതും കളിക്കാനായിട്ടുള്ള സ്പേസിനും ഭയങ്കര വ്യൂ കിട്ടും. അപ്പൊ നമ്മൾ ഈ ബാറ്റ് ഹോൾഡ് ചെയ്തതിനു ശേഷം ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ, നമ്മൾ ഒരു കാരണവശാലും ഇത് ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. ഹോൾഡിങ് വളരെ സിമ്പിൾ ആയിട്ട് ഹോൾഡ് ചെയ്യണം. നമ്മൾ ആ ബോളിന്റെ റിലീസിന് ശേഷം അവസാന സമയത്ത് മാത്രമാണ് നമ്മൾ എങ്ങോട്ടാണ് ബോൾ ഡയറക്ട് ചെയ്യുന്നത്, ബാറ്റ് ഡയറക്ട് ചെയ്യണേ, ആ സമയത്ത് മാത്രമാണ് പവർ കൊടുക്കാൻ പാടുള്ളൂ, അത് ടൈറ്റ് ആക്കാൻ പാടുള്ളൂ. ഒരു ബാറ്റ്സ്മാൻ അവന്റെ പൊസിഷൻ എടുത്തതിന് ശേഷം ബോൾ ഇപ്പോ എന്താ പറയാ, ഏത് ബോളിലാണ് ഏത് ലെങ്ത്തിലാണ് ഒരു ബോളർ ബോൾ ചെയ്യാൻ നമുക്ക് മുൻകൂട്ടി പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. ആ റിലീസിന് ശേഷം മാത്രമേ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റൂ. ആ ഷോട്ട്സ് കളിക്കാനായിട്ട് നമുക്ക് ബാറ്റ് നമ്മുടെ കയ്യിൽ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതായത് ബാറ്റ് റൊട്ടേറ്റ് ചെയ്യണം, ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് ഹോൾഡിങ് വളരെ ലൈറ്റ് ആയിട്ട് പിടിക്കണം എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, നമ്മൾ ഈ ബാറ്റ് ഹോൾഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഏത് കൈന് പവർ കൊടുക്കണം. ഇതെല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഏത് കൈന് പവർ കൊടുക്കണം. നമ്മൾ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ആണ് പവർ കൊടുക്കുന്നത്. കാരണം ഈ വലത്തെ കൈ എന്ന് പറഞ്ഞാൽ ബോളിനെ ഡയറക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ കൈ മാത്രമാണ്. നമ്മൾ പവർ കൊടുക്കുന്നത് എപ്പോഴും ഇടത്തെ കൈനായിരിക്കണം. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണെങ്കിൽ നമ്മുടെ വലത്തെ കൈയാണ് പവർ കൊടുക്കുന്നത്. ഈ ലെഫ്റ്റ് കൈ എന്ന് പറഞ്ഞാൽ ബോൾ എവിടെ ഡയറക്ട് ചെയ്യണോ അവിടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ 3 ടൈപ്പ് ബാറ്റ് ഹോൾഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഓരോരുത്തരും ഹോൾഡ് ചെയ്യുന്ന രീതി വളരെ ഡിഫറെന്റ് ആയിരിക്കും. അത് അവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും കളിച്ചു വന്ന സാഹചര്യം അല്ലെങ്കിൽ അവര് കളിക്കുന്ന ഒരു രീതിയൊക്കെ അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ആയിരിക്കാം. അതിൽ ഒരുപാട് പേര് ശ്രദ്ധിച്ചറിയാം, ഒരുപാട് താഴെ ക്ലോസ് ആയിട്ട് ടൈറ്റ്ലി പിടിക്കുന്ന കാണാം. അതായത് ഒരുപാട് ഇപ്പോ കേരളത്തിന് ഒരുപാട് നല്ല ബാറ്റ്സ്മാൻ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ ഷോട്ട്സും കളിക്കാൻ പറ്റില്ല എന്ന് പറയില്ല. ഇവിടെ താഴെ ഹോൾഡ് ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് പൊസിഷനിൽ വന്നു, ഇതാണ് ഹോൾഡിങ്, ശ്രദ്ധിച്ചോളൂ, ഇതാണ് ഹോൾഡിങ്. ഇവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു ഷോട്ട്, അതായത് ഫുൾ ഷോട്ടിന് പവർ ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഇപ്പോ എക്സ്ട്രാ കവറിലേക്കുള്ള ഡ്രൈവ് ആയിക്കോട്ടെ, ഇവിടെ നിന്ന് കട്ട് ഷോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഡ്രൈവ് ആയിക്കോട്ടെ, ഈ 3 ഷോട്ടും പവർഫുൾ ആയിരിക്കും ഈ ഒരു ഹോൾഡിങ്ങിൽ. ഇനി നെക്സ്റ്റ് ഹോൾഡിങ് ബാറ്റിന്റെ ഏറ്റവും താഴെ ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യാം. ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഹോൾഡ് ചെയ്യാം. ശ്രദ്ധിച്ചോളൂടാ, കണ്ടാ, ഈ ഹോൾഡിങ് പല ആൾക്കാരും പിടിക്കുന്ന ഹോൾഡിംഗ് ആണ്. ഇതിൽ നമുക്ക് പറഞ്ഞെങ്കിൽ നമുക്ക് ഏറ്റവും പവർഫുൾ ഷോട്ട്, അതായത് ജസ്റ്റ് ഷോട്ട് ബോൾ ആയിക്കോട്ടെ, ഫുൾ ടോസ് ബോൾ ആയിക്കോട്ടെ, ഓവർ പിച്ച് ബോൾ ആയിക്കോട്ടെ, നമുക്ക് വലിച്ചടിക്കുക, ആഞ്ഞടിക്കുക എന്ന് പറയില്ലേ, അതിന് പറ്റിയൊരു ഹോൾഡിംഗ് ആണ് ഇത്. കാരണം പക്ഷേ ഈ ഒരു ഹോൾഡിങ്ങിന്റെ ഡീഫോൾട്ട് എന്ന് പറഞ്ഞെങ്കിൽ നോക്കിയോട്ടാ, നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ ബാറ്റ് കുറച്ച് ലോവർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് നമുക്ക് ബാറ്റിന്റെ ഒരു പവർ എനർജി ഫീൽ ചെയ്യാം. ഇങ്ങനെ ഷോട്ട് വലിച്ചടിക്കാം, അതുപോലെ തന്നെ ബോളുകൾ ഇങ്ങനെ അടിക്കാം. പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് വരുന്ന ബോളുകൾ ഈസി ആയിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വളരെ കുറച്ച് പ്ലേയേഴ്സ്, അതായത് ഇപ്പോ ഓൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രൊഫഷണൽ പ്ലേയേഴ്സ് ഇൻക്ലൂഡഡ് എന്ന് വേണമെങ്കിൽ പറയാം, റോങ് ഹാൻഡ്ലിംഗ് എന്ന് പറയാം. അതായത് ഒരു വലത്തെ കൈ ബാറ്റ്സ്മാൻ എപ്പോഴും അവന്റെ വലത്തെ കൈ താഴെ ആയിരിക്കണം ഹോൾഡ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും
ഇടത്തെ കൈ മുകളിലും വലത്തെ കൈ താഴെയും വരാൻ പാടില്ല. എന്നാൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നതിലുള്ള ഒരു ഇത് പോട്ടെ, പക്ഷെ അവരത് ചെറുപ്പം മുതലേ ശീലിച്ചു വന്നൊരു രീതിയാണ്. ഈ ഒരു രീതിയിൽ ഒരു കാരണവശാലും ഇപ്പൊ റിവേഴ്സ് അടിക്കുന്ന ബാറ്റ്സ്മാർക്ക് ഇത് ഹോൾഡ് ചെയ്യാം, പക്ഷെ റിവേഴ്സ് ഇല്ലാത്ത ബാറ്റ്സ്മാർക്ക് ആദ്യമേ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ബോളർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവന്റെ വീക്ക് പോയിന്റ് എന്നാണ്. കാരണം ഈ ഒരു ഷോട്ട്, അതായത് വലിച്ചടി എന്ന് പറയില്ലേ, ഈ ഒരു ഷോട്ട് മാത്രമാണ് അവന് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. ഓഫ് സ്റ്റമ്പിലുള്ള ഷോട്ടോ അല്ലെങ്കിൽ കവേഴ്സിലുള്ള ഷോട്ടോ വേറെ ഒറ്റ ഷോട്ടും വരില്ല ഈസി ആയിട്ട്. ഈ ഹോൾഡിങ് നമ്മൾ കണ്ടു. ഈ ഹോൾഡിങ് ഇപ്പൊ ഞാൻ ഹോൾഡ് ചെയ്യുന്ന രീതി കുറച്ച് പേർക്ക് എങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഹോൾഡ് ചെയ്യുന്ന രീതി ആണെങ്കിൽ മുകളിൽ ഭാഗത്ത് ഞാൻ ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്, വലത്തെ കൈ ബാറ്റ്സ്മാൻ ആണ്. നോക്കിക്കോ, ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുന്നു, താഴത്തെ പൊസിഷനിൽ കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് സെന്ററിൽ ഏകദേശം മീഡിയം സെന്ററിലായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. ഈ ഒരുപാട് എന്താ പറയാ ജോയിന്റ് ആയിട്ട് കൈ ടൈറ്റ്ലി ഹോൾഡ് ചെയ്യാതെ കുറച്ച് ലൂസായി ഹോൾഡ് ചെയ്യുക. നമുക്ക് ബാറ്റ് നമ്മുടെ കയ്യിൽ കിടന്ന് തിരിയണം, അതായത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അവസാനം ഷോട്ട് പ്രിപ്പയർ ആവുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ബാറ്റ് ടൈറ്റ് ആക്കുക. അപ്പൊ എന്റെ ബാറ്റ് ഹോൾഡ് ചെയ്യുന്ന രീതി, നമ്മളിവിടെ കുറച്ച് സ്പേസ്, മുകളിൽ കുറച്ച് സ്പേസ് കൊടുത്തു, അതുപോലെ തന്നെ താഴെ കുറച്ച് സ്പേസ് കൊടുക്കുക. കൈ കുറച്ച് ക്ലോസ് ആയാലും കുഴപ്പമില്ല, ഒരുപാട് ഡിസ്റ്റൻസ് കൊടുക്കരുത്. ഏകദേശം സെൻട്രൽ പൊസിഷനിൽ കുറച്ച് നമുക്ക് ഏത് കൺവീനിയന്റ് ആയിട്ടുള്ള പൊസിഷൻ, നമുക്ക് എങ്ങനെയാണോ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ അതിൽ ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എന്റെ ഹോൾഡിംഗ് പൊസിഷൻ. ഇവിടേക്കുള്ള ബോളില്ലേ ഫ്ലിക്ക് ഷോട്ടിന് പവർ ഉണ്ടാവില്ല, കാരണം ഈ കാലിവിടെ ലോക്കാണ്. അതുകൊണ്ട് ഇങ്ങനെ ബാറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാം, ഏതെങ്കിലും ഷോട്ട് കളിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നാം? ലെഗിൽ വരുന്ന ബോളുകൾ കളിക്കാനായിട്ട് കുറച്ച് എന്താ കാരണം എന്ന് മനസ്സിലാക്കില്ല. അപ്പൊ നോർമലി ഓപ്പൺ അപ്പ് ആയി നിൽക്കാറില്ല. ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം പറഞ്ഞത്. അതായത് നമ്മളെപ്പോഴും ഇപ്പൊ എന്റെ വീഡിയോസിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ എപ്പോഴും കുറച്ച് ഓപ്പൺ അപ്പ് ആയി നിൽക്കുക. കാരണം നമുക്ക് ഒരു ഏരിയ കിട്ടും കളിക്കാനായിട്ട്, അപ്പോൾ എല്ലാ ഷോട്ട്സിലേക്കും ബാറ്റ് എത്തും. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ആണെങ്കിൽ ഇങ്ങനെ ബാറ്റ് ഹോൾഡ് ചെയ്യുന്നു, അതായത് ഈ വലത്തെ കാലിന് ഇപ്പുറത്താണ് ബാറ്റ് ഹോൾഡ് ചെയ്യണം, ഇവിടെയാണ് ബാറ്റ് ഹോൾഡ് ചെയ്യണം. ഇവിടെ ബാറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓഫ് സ്റ്റമ്പിൾ ഏരിയ എല്ലാം കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ട്രേറ്റ് ഡ്രൈവ് ആയിക്കോട്ടെ, കുറച്ച് ഫുൾ ഷോട്ടും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാരണം ഒന്ന് ബാക്കിലേക്ക് ഒന്ന് അടിച്ചാൽ മതി. പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ ഈ കാലിലേക്ക് വരുന്ന ബോളുകളില്ലേ, ഈ കാലിലേക്ക് വരുന്ന ബോളുകൾ നമുക്ക് പവർ കൊടുക്കാൻ പറ്റില്ല, പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ കാലിവിടെ ലോക്കാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും കുറച്ച് ഓപ്പൺ അപ്പ് ആയി നിന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോട്ടുകളും ഈ ഷോട്ടുകളും എടുക്കണ. ഓക്കെ, ഇങ്ങനെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഷോട്ട് കളിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്? ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നീ കളി നിർത്തിക്കോ. അതായത് ബാറ്റ് ഹോൾഡ് ചെയ്താൽ കുഞ്ചെടുത്തോട്ടെ, അല്ല എടുത്തോട്ടെ. ഇപ്പൊ ഇത് ഈ ഹോൾഡ് ഈ പൊസിഷൻ കിട്ടണം. ഇപ്പൊ ഈ ഹോൾഡിങ് ബാറ്റ് ഹോൾഡിങ് താഴെ കുത്തി ഹോൾഡ് ചെയ്യില്ലേ, ഈ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് ചില ബോളുകൾ കളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചില ഏരിയയിലേക്ക് ഷോട്ട് പവർ വരില്ല തോന്നാറുണ്ടോ? ഞാനിങ്ങനെ നിൽക്കുമ്പോ ഇവിടേക്ക് ഒരു ബോൾ എനിക്ക് വേണമെങ്കിൽ മനസ്സിലായ ആ ഷോട്ട് ഉദ്ദേശിക്കണം. ഇവിടുന്ന് ഇങ്ങനെ വരണം. ഈ ബാറ്റ് ഇപ്പൊ കുത്തിയറിന്റെ ബോൾ നമുക്ക് ബാക്ക് ഫുട്ട് ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ നിന്ന് നിപ്പലോ ഇങ്ങനെ അടിക്കാൻ പറ്റും. ഇവിടുന്ന് ഇവിടെ പിച്ച് ചെയ്യണ ബോളോ അല്ലെങ്കിൽ കുറച്ച് ഇവിടെ പിച്ച് ചെയ്യുന്ന ബോളോ ആയിക്കോട്ടെ, ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറച്ച് സ്പീഡ് എറിയുന്ന ബോളേഴ്സ് ആണെങ്കിൽ ബാറ്റ് എത്തും, പക്ഷെ ഷോട്ടിന് പവർ ഉണ്ടാവില്ല.